കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ആര്യാട് മുരിയൻവിളിയിൽ നാടിനെ നടുക്കി കൊലപാതകം നടക്കുന്നത്. അച്ചു എന്ന് വിളിക്കുന്ന 24-കാരൻ അഖിലാണ് സ്വന്തം വീട്ടിൽ വെച്ച് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ നൂറനാട് സ്വദേശി ഷിൽജുക്, ഓച്ചിറ സ്വദേശി അനന്തു എന്നിവരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ മറ്റ് കേസുകൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകാൻ അഖിലിന്റെ സഹായം തേടിയിരുന്നു. അഖിൽ പറഞ്ഞതനുസരിച്ച് ആലപ്പുഴയിലെത്തിയ പ്രതികൾ അഖിൽ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ബാറിലെത്തി മദ്യപിച്ചു. തുടർന്ന് അഖിലിന്റെ സുഹൃത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി മനസ്സിലാക്കി അവിടേക്ക് എത്തുകയായിരുന്നു. ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള വഴക്കിനൊടുവിൽ പ്രതികൾ അഖിലിനെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം മറ്റൊരു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികൾ AC വെയിറ്റിംഗ് റൂമിൽ വിശ്രമിച്ചു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയെന്ന് വരുത്തി തീർത്ത ശേഷം ബസ്സിലും ലോറിയിലുമായി ബാംഗ്ലൂരിലേക്ക് കടക്കുകയായിരുന്നു. സിനിമാ താരങ്ങൾക്ക് ലഹരി എത്തിച്ച കേസിൽ മുമ്പ് വിവാദത്തിലായ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിന്റെ സഹായത്തോടെയാണ് ബാംഗ്ലൂരിലെ ഒളിത്താവളമൊരുക്കാൻ പദ്ധതിയിട്ടത്. ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് റിൻസി യാത്രക്കുള്ള പണം അയച്ചു നൽകിയതായും പോലീസ് കണ്ടെത്തി. എന്നാൽ കൊലപാതക വിവരം മറച്ചുവെച്ചാണ് പ്രതികൾ സഹായം തേടിയതെന്നാണ് സൂചന. പോലീസ് തൊട്ടുപിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഓച്ചിറയിൽ വെച്ചാണ് ഇരുവരും പിടിയിലാവുന്നത്. റിമാൻഡ് ചെയ്ത പ്രതികളെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനായി പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ കയറി ഇവരുമായിട്ട് സംസാരമായി വാക്കുകൾക്കുമായി കത്തിക്കുത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തിരിച്ചവിടുന്ന് അവിടുന്ന് റോഡിൽ വന്നു ഒരു ഓട്ടോറിക്ഷ വിളിച്ചു നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ഇവർ ട്രെയിനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ കുറച്ച് സമയം അവിടെ ഒരു റെസ്റ്റ് റൂമിലും ഒക്കെ കയറി ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ CCTV വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം ഇവർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഒരു പാസഞ്ചർ ട്രെയിനിലേക്ക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കയറുന്നുണ്ട്. കയറിയിട്ട് മറുവശത്ത് പ്ലാറ്റ്ഫോമിൽ CCTV ഇല്ല. മറുവശത്തുകൂടി ഇറങ്ങിയിട്ട് ഇവർ നേരെ റോഡിൽ പോയി റോഡിൽ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ വരിക. പോലീസ് അവിടുന്ന് ഒരു കോഴിക്കോട് ബസ്സിൽ കയറി കുന്നംകുളത്ത് ഇറങ്ങി. കുന്നംകുളത്ത് രാത്രിയിൽ 2:30 മണിയോടുകൂടി അവിടെ ഒരു ലോഡ്ജിൽ റൂമെടുത്തു. ഈ സമയത്ത് നമ്മുടെ ഇവിടുന്നുള്ള പോലീസ് ടീം കുന്നംകുളത്ത് എത്തിയതായിട്ട് മനസ്സിലാക്കി. കുന്നംകുളം പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ലോഡ്ജിൽ എത്തുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തന്നെ അവരവിടെ വെക്കേറ്റ് ചെയ്ത് രാത്രി 2:30 മണിയോടുകൂടി അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഒരു ലോറിയിൽ ഇവർ മംഗലപുരം ഭാഗത്തേക്ക് പോയി. മംഗലപുരം ഭാഗത്ത് ചെന്ന പോലീസ് പിന്നാലെ നമ്മുടെ പോലീസ് ടീം ഇവർ ബാംഗ്ലൂർ ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ഇവർ മംഗലപുരം മൈസൂർ വഴി ബാംഗ്ലൂരും എത്തിച്ചേർന്നു. പോലീസ് അവിടെ എത്തുമെന്ന് മനസ്സിലാക്കി തിരിച്ച് വീണ്ടും ഇവർ അടുത്ത ട്രെയിനിൽ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ വന്നിറങ്ങി. കായംകുളത്തോ മറ്റുമൊക്കെ ഇറങ്ങിയാൽ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളിയിലാണ് ഇറങ്ങിയത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓച്ചിറയിലുള്ള ഈ രണ്ടാം പ്രതിയുടെ ഒരു ഒളിസങ്കേതത്തിലേക്ക് പോകുന്ന വഴിയാണ് രാത്രി ഒരു 7:30-8 മണിയോടുകൂടി നമ്മുടെ നോർത്ത് CI MJ അരുണും അതുപോലെ SI ദേവിക തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ രാത്രി അറസ്റ്റ് ചെയ്യുകയും ഇന്നിപ്പോൾ ബാക്കി നടപടികളും എല്ലാം ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.